അവിടെ ഇവിടെയൊക്കെ കിടന്ന കുറേ ചിരട്ടയെല്ലാം കൂടി എടുത്തിട്ട് ഇങ്ങനൊരു സൂത്രം ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ട് അതിൽ ചെടികൾ വളരുന്നുണ്ട് കേട്ടോ. വളമൊന്നും പ്രത്യേകം ഇട്ടിട്ടൊന്നുമില്ല, കുറച്ച് കരിയിലപ്പൊടിയും മണൽ ചേർന്ന മണ്ണും മാത്രമാണ്. പക്ഷെ അതിനകത്ത് ഞാൻ പോട്ടിലും നിലത്തൊക്കെ നട്ട് വളർത്തുന്നതിനെക്കാട്ടും സുന്ദരമായിട്ട് വെർബീന, പിന്നെ ഡയാന്തസ്, അങ്ങനെ കുറച്ച് ചെടികളൊക്കെ നന്നായിട്ട് വളരുന്നുണ്ടെന്ന് മാത്രമല്ല നന്നായിട്ട് മൊട്ടിടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 1-2 ആഴ്ചക്കുള്ളിൽ ഇത് നിറച്ചും പൂവായിരിക്കും തോന്നുന്നു. ചട്ടിയിൽ അത്ര വളർച്ചയില്ലാതെ നിന്നിരുന്ന വെർബീന എടുത്തിട്ട് കഷ്ണം മുറിച്ചിട്ടാണ് ഞാനിവിടെ നട്ടത്. നോക്കുമ്പോൾ ഇതിന്റെ വളർച്ച അപാരമായിരുന്നു കേട്ടോ. അപ്പൊ ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട, ഇങ്ങനെയൊക്കെ പല രീതിയിൽ അവനവന്റെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ പരീക്ഷിച്ച് നോക്കാം. ഇനിയുണ്ട് കുറച്ച് ചിരട്ട, എനിക്കിനി വേറെയും ചില പരീക്ഷണങ്ങളൊക്കെ നടത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ കീരിയും പൂച്ചയൊക്കെ ഓടിയിട്ടേ ചിരട്ട ഇടയ്ക്കൊക്കെ ഒന്ന് താഴെ വീണിട്ടുണ്ട് കേട്ടോ. അപ്പം എടുത്തിട്ട് ഞാൻ ഉറപ്പിച്ച് നിർത്തുന്നുണ്ട്. അതിൻ്റെ മുകളിലൂടെ ഇപ്പം നമ്മൾ ഈ ചെടി നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഉണ്ടായിക്കോളും. അപ്പം ആ രീതിയിലാണ്. പിന്നെ നമ്മൾ ടുലിപ്പും ഡാഫഡിലൊക്കെ ഞാൻ നട്ടു കേട്ടോ. അപ്പം അത് മുള വന്നതുകൊണ്ട് തന്നെ അത് ഞാൻ മണ്ണിൻ്റെ അടിയിലേക്ക് ആക്കിയിട്ടില്ല. ആ മുള പുറത്ത് കാണത്തക്ക വിധം ആണ് നട്ടത്. തൽക്കാലം ഞാൻ ലേശം കമ്പോസ്റ്റും പിന്നെ ഒരു പെർലൈറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ നട്ടിട്ടുള്ളത്. കാരണം പെർലൈറ്റ് എന്തിനാന്ന് എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല, പലർക്കും അറിയായിരിക്കും. ഈ പെർലൈറ്റ് നമ്മൾ ഈ മണ്ണിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ മണ്ണ് കൂടുതലുള്ള വെള്ളത്തിനെ ഈ പെർലൈറ്റ് വലിച്ചെടുക്കുകയും പിന്നെ ഈ മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിനെ റിലീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് നമുക്ക് വിത്തുകൾ നടുമ്പോഴും ചെടികൾ നടുമ്പോഴൊക്കെ പെർലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വായു സഞ്ചാരം ഉണ്ടാവും ഈ മണ്ണിന് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ നടുന്നതാണിത്. അപ്പോൾ ഈ വല ഞാൻ വെച്ച് കൊടുത്തത് വേറെ ജീവികളൊന്നും അതിനെ പിന്നെ തുരന്ന് കൊണ്ടാവാതിരിക്കാനാണ്. ഇതാണ് പെർലൈറ്റ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇത് വളരെ ഭാരം കുറഞ്ഞ ഒരുപാടുണ്ടാവും. ഇത് 500 എന്ന് പറഞ്ഞാൽ 1 കിലോ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാവും. കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരു ചട്ടിയിലൊക്കെ. അപ്പോൾ പലയിടത്തും പല വിലയാണ്. അപ്പം ഇതാണ് സാധനം. അപ്പം ഇതിൻ്റെ മുകളിൽ പി എച്ച് ലെവലിനൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. മണ്ണിൻ്റെ എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റിയിട്ട്. കാരണം പി എച്ച് ലെവൽ നിയന്ത്രിക്കാനുള്ള വേറെ സംഭവം കൂടി ഉണ്ട്, ഡോളോമൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് വേറെ വാങ്ങാൻ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് നമ്മളെ ഫ്രോക്സ് ബ്യൂട്ടിയാണ്. ഫ്രോക്സ് ബ്യൂട്ടിയിൽ 3ാമത് വേറെ കളറും കൂടി എനിക്ക് ഇപ്പം പുതിയതായിട്ട് വിരിഞ്ഞിട്ടുണ്ട്.